ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇപ്പം എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നമ്മുടെ പേളിമാണി നമ്മുടെ ആ പേളി ചേച്ചിയെ കുറിച്ചും അതുപോലെ തന്നെ പേളി ചേച്ചിയുടെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പേളി ചേച്ചിനെ. ഞാൻ ഒന്നും ആരെയും ന്യായീകരിച്ച് പറയല. അതായത് ഡി4 ഡാൻസ് കണ്ട അന്ന് മുതൽ ഇന്ന് വരെ പേളി ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പേളി ചേച്ചിയുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ സബ്സ്ക്രൈബറും ആണ്. അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചേച്ചി കേട്ടോ. കാരണം ഒരുപാട് നല്ല ആൾക്കാരെ സഹായിക്കാൻ ഒരുപാട് നല്ല മനസ്സുള്ള ഒരു ഉടമയാണ് പേളി ചേച്ചി. അതുണ്ട്. പക്ഷെ ഇന്നിപ്പോ പേളി മാണി എന്നൊരു ഇൻഫ്ലുവൻസറിന്റെ ഫോളോവേഴ്സ് ഒക്കെ കുറഞ്ഞു എന്നൊരു ഇഷ്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇതിൽ എന്താ ശരിക്കും സംഭവം എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡൽഹി പ്രക്ഷോഭം ഉണ്ടായിരുന്നില്ലേ, അതായത് സ്റ്റുഡൻസ് അവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു പേളി. പക്ഷെ അത് സിബി മലയാൽ എന്നൊരു ഡയറക്ടറിന്റെ മകൻ അതിനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെതിരായിട്ട് പേളിമാണി തിരിച്ചെന്തോ കമന്റ് ചെയ്തു. അത് ഞാൻ പറയാം. കമന്റ് ചെയ്തു. അപ്പൊ ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അതുമൂലം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഓരോ കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ ഇതുമൂലം പേളിമാണിയുടെ ഫോളോവേഴ്സ്, അതായത് 5.7 അല്ലെങ്കിൽ 8 എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അത് 4 ലക്ഷത്തോളം ഒറ്റയടിക്ക് കുറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഇത്രയും നല്ല എല്ലാരെയും കാട്ടിലും നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അത്രയും ആൾക്കാർ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നിരുന്ന പേളിമാണിക്ക് പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചതെന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കാരണം ഇതെന്താന്ന് മനസ്സിലാവാത്തവരുണ്ട്. അപ്പൊ ഞാന് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതായത് ശരിക്കും ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാല് ആ ഒരു ഡൽഹി പ്രക്ഷോഭത്തിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെയായിട്ട് പേളിമാണി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്താന്ന് വെച്ചാല് പ്രതിഷേധം താൻ മനസ്സിലാക്കുന്നുവെന്നും പിന്നെ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞു. കൂടാതെ എന്നാൽ സമാധാനപരമായിരിക്കണം, അക്രമം ഉണ്ടാകരുതെന്നും പറഞ്ഞു. അപ്പോ ഇവിടെ 2 വള്ളത്തിലും കാൽ ചവിട്ടി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയുന്നത് കേട്ടോ. ഇതുമൂലം ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ടും ഒരുപാട് ആൾക്കാർ പോസിറ്റീവിനെക്കാട്ടിലും നെഗറ്റീവാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് 2 തോണിയിലും കാൽ ചവിട്ടെന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് ഒരു 2 ലക്ഷത്തിലും വെച്ച് നോക്കിയാണ് പേളിമാണിക്കെതിരെയുള്ള അധിക്ഷേപം. അപ്പോ പേളിമാണി ഇങ്ങനെ കുറിച്ചു. അപ്പൊ ഞാന് ഏറ്റവും ചർച്ചയായിട്ടുള്ള ഒരു വരി ഉണ്ടായിരുന്നു കേട്ടോ. പേളിമാണി ഉപയോഗിച്ചിട്ടുള്ള ഒരു വരി. അതിന്റെ വരി ഞാൻ വായിക്കാം. ഞാൻ നോക്കി വായിക്കുന്നുണ്ട്. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെ അത് നോക്കി വായിക്കേണ്ടത് നമ്മൾ തെറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നോക്കി വായിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചർച്ചയായിട്ടുള്ള വരി ഇതാണ് കേട്ടോ. Please don't get hurt. Please stay safe. If your life is in danger, go back home. No cause is worth losing a life over. അതായത് ആർക്കും പരിക്ക് ഏൽക്കരുത്, എല്ലാവരും സുരക്ഷിതരായിരിക്കണം, ജീവൻ അപകടത്തിലാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പേളിമാണി എന്ന ഒരു സ്ത്രീ പേളിമാണി ഇങ്ങനെയാണ് അതിൽ കുറിച്ചിട്ടുള്ളത്. അതായത് ആർക്കും പരിക്കൊന്നും ഏൽക്കരുത്, സുരക്ഷിതയായിരിക്കണം, ജീവൻ അപകടത്തിലാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് പേളിമാണി ഇതിൽ പറഞ്ഞത്. പിന്നെ 2 തുണയും കാലിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും ചർച്ചയായിട്ടുണ്ടായിരുന്ന വരി കേട്ടോ. അപ്പോ ഇതിനെതിരായിട്ട് നമ്മളെ സിബി മലയാലിലെ മലയാള സംവിധായകൻ സിബി മലയാലിന്റെ മകൻ ജോ മലയിൽ അതിനെതിരായിട്ട് പ്രതികരിച്ചു. അതിനെതിരായിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു കമന്റ് ഇട്ടു. അപ്പൊ അത്
നമ്മുടെ പേളിമാണിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പേളി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇതാണ്, ഫെയിൽഡ് ഫിലിം മേക്കർ എന്നാണ് കേട്ടോ. അതായത് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് ഉദ്ദേശിച്ചത് പേളി പറയുന്നത് സിബി മലയിലിന്റെ ജോ മലയിൽ എന്നൊരു മകനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ്. പക്ഷെ ഇവിടെ ജോ മലയിൽ അത് തൻ്റെ അച്ഛനെ കുറിച്ചാണെന്ന് തൻ്റെ അച്ഛൻ, അതായത് തൻ്റെ അച്ഛനായിട്ടുള്ള സിബി മലയിലിനെ കുറിച്ചാണ് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇത് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം നമ്മുടെ പേളിമാണി എന്ന പേളി ചേച്ചിയെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വെറുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അൺഫോളോ ചെയ്തു, അൺസബ്സ്ക്രൈബ് ചെയ്തു, അൺഫോളോ ചെയ്തു, എല്ലതും ഒഴിവാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഒരു പ്രശ്നം മൂലം. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വന്നതുകൊണ്ടും നമ്മുടെ പേളിമാണി ഒരു ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ പേളിമാണി തൻ്റെ യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കൂടി കണ്ടുവരാം കേട്ടോ. Forced all of us to pause and reflect. കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് ബിക്കോസ് ഓഫ് ദ ന്യൂസ് വാട്ട്സ് ഹാപ്പനിങ്, ആൻഡ് അത് നമ്മളെല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. We have witnessed the strength, unity and determination of the young people of our country. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്ത്, ശക്തി, യൂണിറ്റി, ഒരുമ, ആൻഡ് ദ ഡിറ്റർമിനേഷൻ, അതായത് ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫ് ഹൂ, നമ്മുടെ യങ് ജനറേഷൻ, ദ യൂത്ത് ഓഫ് our country. I saw heartbreaking images and videos. ഇതാണ് ഞാൻ കണ്ടത്. I saw heartbreaking images and videos of clashes in which students and officers were getting hurt. That changed something in me. ഞാൻ കാണുന്ന ഇമേജസിൽ സ്റ്റുഡൻസ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഹേർട്ട് ആവുന്ന വീഡിയോസ് ആണ് ഞാൻ കണ്ടത്, ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് ഞാൻ ചിന്തിച്ചത്? all I could think was please don't get hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ, പ്ലീസ് സ്റ്റേ സേഫ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം. നോ കോസ് ഇസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്, അയ്യോ ആരും ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ, നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി. ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്നത് എവറി സ്റ്റുഡൻറ് ഇസ് സമൺസ് ചൈൽഡ്. ഓരോ സ്റ്റുഡൻറ്റും ഒരാളുടെ കുഞ്ഞാണ്, ഒരാളുടെ ഡ്രീമാണ്, സംബഡീസ് ഡ്രീം, സമൺസ് എൻറ്റയർ വേൾഡ്, ഒരാളുടെ ലോകമാണ് ഓരോ കുഞ്ഞുമക്കളും. Like so many others, I believe our students deserve an education system that is transparent, fair and gives every child an equal opportunity to succeed. നമ്മളെല്ലാവരും പോലെ, നിങ്ങളെല്ലാവരും അങ്ങനെ എനിക്ക് ആലോചിക്കുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് ഇസ് ട്രാൻസ്പെറന്റ് ആൻഡ് ഫെയർ, എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന, ആൻഡ് ഗിവ്സ് എവറി ചൈൽഡ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. ജയിക്കാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ദേ ഡിസേർവ് ടു ബി ഹേർഡ്. അവരെല്ലാവരും കേൾക്കണം. ദേ ഡിസേർവ്, അതും അവരുടെ അവകാശമാണ്. ദേ ഡിസേർവ് ടു ഫീൽ സേഫ് വൈൽ എക്സ്പ്രസിംഗ്. ഞാൻ ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഇട്ട് കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല.
ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ് ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി, ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പോസ്റ്റ് കണ്ടു, എനിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്ന് വെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷെ എന്നെ ഹേർട്ട് ചെയ്ത ഒരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ വിചാരിച്ചു ഓക്കെ റിയാക്ട് ചെയ്യേണ്ട വിട്ടുകളാം എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാധനം തന്നെ എൻ്റെ കമന്റ്സിൽ വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമന്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്ന് വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും, പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ഐ ഡിഡ്ന്റ് മീൻ ടു സേ ദാറ്റ് ആൻഡ് ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു ബൈ സേയിങ് ദാറ്റ്. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിൽ നിന്നിട്ട് ക്യാൻവയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ് ഏത് പാർട്ടിനെയാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് പേളിമാണി. പേളിമാണി നമുക്ക് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത് കൊണ്ടാണ്, ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ ചെയ്ത വീഡിയോസ് ആണ് നമ്മൾ കണ്ടത് കേട്ടോ. ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് പിന്നെയും നെഗറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം നെഗറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലാരിഫിക്കേഷൻ മൂലം താൻ സിനിമ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്, അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അതിനും നെഗറ്റിവിറ്റിയാണ് കേട്ടോ. ഫോളോവേഴ്സ് ഇനിയും കുറയും, അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഇപ്പോൾ കമന്റ് സെക്ഷനിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. അതായത് ഞാൻ ആദ്യമൊക്കെ നമ്മൾ പേളിമാണി എന്ന ചാനലിലൊക്കെ നോക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആയിരിക്കും. ആരും പേളിമാണി എന്ന ആ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആ ഒരു ചാനലിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഫുൾ നെഗറ്റീവ് കമന്റ്സ്. അതായത് പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് വന്നിട്ടുള്ള ഒരു ചാനലിൽ ഇപ്പൊ ഫുൾ നെഗറ്റീവ്. ഈ ഒരു കാര്യം ഉണ്ടായത് മുതൽ ഇവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഇവിടെ പേളിമാണിക്ക് പറയാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഇതിൽ കാല് ഇട്ടു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്കൊന്നും പറയാൻ പാടില്ല. പക്ഷെ എന്തിരുന്നാലും കുട്ടികൾക്കെതിരായിട്ട് നമ്മൾ ഒന്നും പറയാൻ പാടില്ല. കാരണം എല്ലാ കുട്ടികൾക്കും, ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടികളുടെ ജീവൻ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടില്ല. അവർക്ക് കൂടി വേണ്ടിയിട്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടന്ന ഒരു പ്രതിഷേധമാണല്ലോ. അപ്പൊ അതിനെതിരെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ച് പറയണല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, എത്ര വലിയ ആൾക്കാരാണെങ്കിലും, എത്ര വലിയ നല്ലതിൽ നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും ശ്രദ്ധിച്ച് പറയണം, അല്ലെങ്കിൽ പണി പാളുന്ന ഇപ്പൊ മനസ്സിലായിട്ടോ. കാരണം അത്രയും റേഞ്ചിൽ ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളായിരുന്നു പേളിമാണി. ഇപ്പോ ഈ ഒരു കാര്യം ഉണ്ടായത് മുതൽ പെട്ടെന്ന് അങ്ങോട്ട് ഫോളോവേഴ്സും കാര്യങ്ങളും കുറയുമ്പോൾ ഒരു അത്ഭുതം കേട്ടോ. കാരണം ഇത്രയും നല്ല ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളൊരു വിഷമം ഉണ്ടോ ചോദിച്ചാൽ നമുക്കിത് അങ്ങനെ രണ്ടിലും പറയാൻ പാടില്ല കേട്ടോ. കാരണം വിഷമം ഉണ്ടോ ചോദിച്ചാൽ വിഷമമുണ്ട്. കാരണം ഇതൊരു ഉണ്ടായിട്ടാണല്ലോ ഫോളോവേഴ്സും കാര്യങ്ങളും കുറഞ്ഞത്. പേളിമാണി എന്നൊരു വ്യക്തി എനിക്ക് ഇഷ്ടമായിരുന്നു, പേഴ്സണലി ഇഷ്ടമായിരുന്നു. ബ്ലോഗും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് അപ്പൊ മനസ്സിലാക്കാനായി. നമ്മൾ ഏതൊരു ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് പറയണം. അല്ലെങ്കിൽ
ഇങ്ങനെയൊക്കെ വരുമെന്ന് ഇപ്പൊ മനസ്സിലായിട്ടോ. അപ്പോ ഇവിടെ സിബി മലയെ കുറിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇനി മേ ബി ചിലവര് പറയുന്നുണ്ട് അത് സിബി മലയെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ എന്താന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ സിബി മലയിൽ എന്ന ഡയറക്ടർ ഓൾസോ എന്റെ അഭിപ്രായത്തിൽ അടിപൊളി ഡയറക്ടറാണ് കേട്ടോ. അതായത് ദശരഥം, ദേവദൂതൻ, കിരീടം, ചെങ്കോൽ, സമ്മർ ഇൻ ബത്ലഹേം, ആകാശദൂത് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്പർശിച്ച ഏറ്റവും വലിയ സിനിമയാണ് ഈ ആകാശദൂത്. ആ സിനിമ കണ്ട് കരയാത്തവർ ആരില്ല. റിയൽ ജീവിതം എങ്ങനെയാണോ എന്ന് കാണിച്ചു തന്ന ഒരു ഒരു ഡയറക്ടറാണ് ഈ സിബി മലയിൽ നിന്ന്. അപ്പൊ ഈ ഡയറക്ടറിനെ കുറിച്ച് ആണ് പറഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഫെയ്ഡ് ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ, അതായത് മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള ആക്ടേഴ്സിനെ ഉപയോഗിച്ച് ആ ഒരു വലിയൊരു ഇതിൽ എത്തിച്ച മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. നമുക്കറിയില്ല ഇത് ആരെ കുറിച്ചാ പറഞ്ഞതെന്ന്. പക്ഷെ മേ ബി ഒരു പക്ഷെ ആ ഡയറക്ടറെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചിലവര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു ഡയറക്ടറാണ്. കിരീടം, ദശരഥം, ഭരതം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഒരു ഇതായിട്ടുള്ള സിനിമകളാണല്ലേ. മനുഷ്യന് അത്രയ്ക്ക് പിടിച്ചു വെച്ചിട്ടുള്ള മനസ്സിൽ ഉൾവലിഞ്ഞിട്ടുള്ള ഒരു സിനിമകളാണത്. അപ്പൊ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോ ഇതൊക്കെയാണ് കേട്ടോ കാര്യങ്ങളും. പേളിമാണി പറഞ്ഞ കാര്യങ്ങളും അതുവഴി സിബി മലയലിന്റെ മകൻ ജോ മലയലും തമ്മിലുള്ള ഒരു ഇത് കൂടിയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കാര്യങ്ങളും വരാൻ ഇടയാക്കിയത്. അപ്പൊ എന്താ കാര്യം, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ എന്താ നമുക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഒരു കുട്ടിയുടെ ജീവൻ, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാരന്റ്സിന്റെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം ഇല്ലാതായി പോയ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആരെയും ഒന്നും പറയാൻ പാടില്ല. കാരണം ആ പ്രതിഷേധിക്കാൻ പോയ വിദ്യാർത്ഥികളെ കുറിച്ചാണ്. അല്ലാത്ത ഒരാളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഞാൻ വിദ്യാർത്ഥികളുടെ ഭാഗത്താണ്. അല്ലാതെ കുറെ ആൾക്കാർ വെറുതെ പോയിട്ടുണ്ട്, അല്ലാതെ വെറുതെ അവർക്ക് ഫേമസ് ആകാൻ പോയിട്ടുണ്ട്, അവരെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ സ്റ്റുഡൻസിനെ കുറിച്ചാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ആയി പോയ സ്റ്റുഡൻസ് മരണപ്പെട്ടു പോയി. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളായിട്ട് എക്സാം എഴുതാൻ പോയി, പിന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ അവരുടെ കൂടെയാണ്. അപ്പോ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാൻ. ബൈ.